നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ വന്നു ചേരുന്ന, പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറെ നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. കഷ്ടകാലമൊക്കെ മാറി ഈ നക്ഷത്രക്കാർക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം ലഭിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരുന്നു. വളരെയേറെ ഭാഗ്യം വന്നു ചേരുകയും നേട്ടത്തിലേക്ക് കുതിക്കുകയും ചെയ്യുന്ന സർവൈശ്വര്യ തുല്യമായ ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുന്നതിനും പുതിയ ജോലി ആരംഭിക്കുന്നതിനും പറ്റിയ സമയമാണ്. ചിലർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇവർ ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനം നടത്തുക. ജീവിതത്തിൽ പുതിയ തുടക്കം കുറിക്കാൻ പോകുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈശ്വരാനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് അവരുടെ വിഷമഘട്ടങ്ങൾ മാറുന്നതോടുകൂടിയാണ്. ദുഃഖ ദുരിതങ്ങൾ ഇതുവരെ അനുഭവിച്ച ആളുകൾക്ക് ആ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി സന്തോഷപൂർണമായ ഒരു ജീവിതം നയിക്കാനുള്ള അവസരങ്ങൾ ആദ്യം തെളിയുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങളും വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദമില്ലാതെ പുതിയ പുതിയ മേഖലകളിലേക്ക് കുതിച്ചുവരാൻ പോകുന്ന ഒരു സമയമാണ്. ഇവർക്ക് ഒന്നാകെ ആത്മീയമായ കാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യം ജനിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ജ്യോതിഷപരമായി പറയുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം, വലിയ ഉയർച്ച, ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന ഒരു സമയമാണ്. ഒരുപാട് നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ, ആ പ്രതീക്ഷകൾ, പ്രാർത്ഥനകൾ, ലക്ഷ്യങ്ങൾ, ഇതൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഭാഗ്യ സമയത്ത് ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ഇവർ സ്ഥിരമായി ക്ഷേത്ര ദർശനം നടത്തണം. വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ അവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകും. വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിത്യ സന്ദർശനം നടത്തുക. ശുദ്ധമായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ എല്ലാം പകർത്തുക. മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമഘട്ടങ്ങളും മാറും. കുടുംബത്തിന് എല്ലാവിധത്തിലുള്ള ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരും. സമാധാന അന്തരീക്ഷം ഉണ്ടാകും. ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങളുടെ മുന്നിൽ തിരിതെളിയിക്കും. ഇവർ ഏറ്റവും അനുകൂലമായ ഒരു സമയം വന്നു ചേരുന്നതോടൊപ്പം തന്നെ ഇവർ ചെയ്യേണ്ടത് സൽക്കർമ്മങ്ങളും പുണ്യപ്രവൃത്തികളും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക. ഈ ഒരു കാര്യം മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു കാര്യം, ആ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ജീവിതത്തിൽ വലിയ ഉന്മേഷവും പുതിയ പുതിയ ഉയർച്ചകളും എല്ലാവിധ ദുഃഖ ദുരിതങ്ങൾ മാറുന്ന സാഹചര്യങ്ങളും കൊണ്ടുവരും. അവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ സാധിക്കും. മെച്ചപ്പെട്ട അവസ്ഥകൾ വന്നു ചേരും. ജ്യോതിഷത്തിൽ ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. തൊഴിൽ മേഖലകളിലൊക്കെ വലിയ പുരോഗതിയൊക്കെ വന്നു ചേരാൻ സാധിക്കും. വലിയ വലിയ സ്വപ്നങ്ങൾ കീഴടക്കാൻ ഇവർക്ക് സാധിക്കും. ബിസിനസ് പരമായി നേട്ടങ്ങളുണ്ടാകും. പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തിക നിലയിൽ ഉയർച്ചകൾ ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷപരമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരാൻ പോകുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സമയമാണ്. ഇവർക്ക് ഉറപ്പായും സംഭവിക്കുന്ന ധനവർദ്ധനവിൻ്റെ ഒരു കാലഘട്ടം തന്നെയാണ്. ആത്മീയമായ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുന്ന സമയമാണ്. ഇത്തരം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ കുന്നുകൾ താണ്ടാൻ കഴിയുന്ന, എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ ഇതുവരെ പലപ്പോഴും പല വാതിലുകളും മുട്ടി വാതിലുകൾ തുറക്കാതെ നിന്ന സമയത്താണ് ഇപ്പോൾ ഉള്ള അനുകൂലമായ സമയം ഈശ്വരന്റെ അനുഗ്രഹത്തോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. തൻ നിമിത്തം എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നിരിക്കുന്നു. വളരെയേറെ ഭാഗ്യം, സൗഭാഗ്യമൊക്കെ വന്നു ചേരുന്ന
നേട്ടങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേർന്ന ഒരു സമയമാണ്. ഐശ്വര്യലബ്ധിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത്. ഭാഗ്യത്തിന്റെ സൗഭാഗ്യത്തിന്റെ നേട്ടങ്ങളൊക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിക്കുക. നേട്ടങ്ങളുണ്ടാകും, സംഭവിക്കുന്നത് ഉറപ്പാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ അവസരങ്ങൾ ലഭിക്കുന്നു. നഷ്ടപ്പെട്ട പല നല്ല കാര്യങ്ങളും അവസരങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയമാണ്. നല്ല നിലയിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഭാഗ്യം വളരെ നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. മികച്ച അവസരങ്ങൾ, ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ മാറുന്നു. എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹത്തോടുകൂടി ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ അതിനുള്ള അവസരങ്ങൾ തെളിഞ്ഞു കത്തുന്ന സമയമാണ്. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് തൊഴിൽ ലബ്ധി വന്നു ചേരുകയും ജീവിത നിലവാരം ഉയർച്ചയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്ന അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒട്ടേറെ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മറികടക്കാൻ അവർക്ക് സാധിക്കുന്നു. പ്രാരാബ്ദങ്ങളൊക്കെ മാറും. ജീവിതത്തിൽ പ്രതീക്ഷകൾ പൂണിയുന്ന ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അത്രയധികം ഭാഗ്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നു. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി എല്ലാവിധ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന സമയം കൂടിയാണ്. ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്ന ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ശിവക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകളൊക്കെ സമർപ്പിക്കുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ സമയം തന്നെയാണ്. എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളും ഭാഗ്യാനുഭവങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കാൻ സാധിക്കുകയും ജീവിത വിജയം നേടുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. സൗഭാഗ്യ സമ്പന്നത വന്നു ചേരുന്ന സമയമാണ്. ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കുകയും ധനം ധാരാളം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. മനസ്സുഖം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ ഇവർക്ക് സാധിക്കുന്നു. ശാരീരിക അസ്വസ്ഥതകൾ മാറുന്നു. അസുഖങ്ങൾ രോഗ ദുരിതങ്ങളൊക്കെ മാറി ഇവർക്ക് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച അവസരങ്ങളും മികച്ച നേട്ടങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഭാഗ്യം കരിയുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഭാഗ്യത്തിന്റെയും നേട്ടത്തിന്റെയും സമയമാണ്. ഉയർച്ചകൾ ഇവരുടെ കൂടെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയമുണ്ടാകുന്നു. വളരെയേറെ ഭാഗ്യം വന്നു ചേരുന്ന ഒട്ടേറെ ഉയർച്ചയുടെ സമയം ലഭ്യമാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഇവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കുകയും ജീവിതത്തിൽ ഒട്ടേറെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന, തൊഴിൽ അഭിവൃദ്ധി വന്നു ചേരുന്ന, പ്രൊമോഷനൊക്കെ ലഭിക്കുന്ന, സാമ്പത്തിക വരുമാനം വന്നു ചേരുന്ന സമയം കൂടിയാണ്. പുതിയ പ്രതീക്ഷകളൊക്കെ പൂണിയുന്ന ഒരു സമയം. ഇവർ ക്ഷേത്ര ദർശനം നടത്തണം. നല്ല പ്രവൃത്തികൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറുക. ഇവരുടെ കഴിവുകൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. എല്ലാവിധ കാഴ്ചപ്പാടുകളും അവരുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി നേട്ടത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. പൂയം നക്ഷത്രക്കാർ വലിയ നേട്ടങ്ങൾ കൊയ്യും. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പല കൈപ്പേറിയ അനുഭവങ്ങളും ഓർമ്മപ്പെടുത്തേണ്ട സാഹചര്യമില്ല. പലപ്പോഴും അനുഭവിച്ച് ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നുപോയ ആളുകൾക്ക് ജീവിതത്തിലെ വെള്ളി വെളിച്ചം വന്നു ചേർന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകൾ സംഭവിക്കുന്ന, ഐശ്വര്യ ലബ്ധി വന്നു ചേർന്ന മികച്ച അവസരങ്ങൾ തേടിയെത്തുന്ന സമയമാണ് ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് മഹാഗണപതി ക്ഷേത്ര ദർശനം നടത്തി
വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രവർത്തിക്കുക. മികച്ച അവസരങ്ങളുണ്ടാകും, നേട്ടങ്ങളുണ്ടാകുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന, ഇവരുടെ വിശ്വാസങ്ങൾക്കും ഇവരുടെ പ്രാർത്ഥനകൾക്കും ഇവരുടെ അർപ്പണബോധത്തിനുമൊക്കെ ജീവിതത്തിൽ ഒട്ടേറെ വില നൽകുന്ന, ഒട്ടേറെ വിലയേറിയ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന, ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് സാമ്പത്തിക നിലയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറി മികച്ച നേട്ടങ്ങളൊക്കെ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും മോചനം എത്തി നേട്ടങ്ങൾ കൊയ്യാൻ പോകുന്ന ഒരു സമയം തന്നെയാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ ഈ നക്ഷത്രക്കാരെ കൂടെ വന്നു ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നിലയിൽ പല ബുദ്ധിമുട്ടുകളും മാറി മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.